ചേച്ചി രമ്യയോട് വേഗം ഒരുങ്ങിയിരിക്കാൻ പറ. വരന്റെ വീട്ടുകാർ അമ്പലത്തിൽ വരുമെന്നാ പറഞ്ഞിരിക്കണേ. ഞാൻ പോയി അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. എന്താച്ചാ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നേരത്തെ പറഞ്ഞപ്പോഴൊക്കെ തടസ്സങ്ങളുണ്ടായി. ഇവിടെ വരെ വന്നിട്ട് തിരിച്ചു പോയി. അതുകൊണ്ടാ ഇത്തവണ ആരോടും പറയാതെ ഏർപ്പാട് ചെയ്തത്. നീ ഒരുങ്ങിയിരുന്നു, ഞാൻ പോയി അവരെ വിളിച്ചോണ്ടിരാം. എന്താടി ചെയ്യാ? കെട്ടണം, കൊന്നുകളയും ഞാൻ. എനിക്ക് ഇനിയും പഠിച്ച് നല്ല ഡിഗ്രി ഒക്കെ വാങ്ങാനുള്ളതാ. എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. വഴിയിൽ വെച്ച് കാണുന്ന ചെറുക്കനെയാണെങ്കിൽ ഓടിക്കാം. ഇതിപ്പോ വീട്ടിലേക്കല്ലേ വരുന്നത്? വരന്റെ ആൾക്കാരെത്തി. പൂജാരി ഉണ്ടോ ഇവിടെ? ഇപ്പൊ വരും, നിങ്ങളിരിക്കേ. ശരി. സൂക്ഷിച്ചു മോനെ. താങ്ക് യു. ഈ പയ്യനെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടടി. നീയല്ലേ കല്യാണം വേണ്ടെന്ന് പറഞ്ഞത്? അത് കാണുന്നതിന് മുമ്പല്ലേ? നീയും അയാളും തമ്മിൽ ഹൈറ്റ് പോലും ഒത്തുവരില്ലടി. അയാളെ കിട്ടുമെങ്കിൽ പിന്നെ ചെരുപ്പ് കിട്ടില്ലേ? അതൊക്കെ ഹൈറ്റുള്ള ഹീൽസ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂടി. എന്താ രണ്ടുപേരും മാറുന്ന രഹസ്യം പറയുന്നേ? ചെറുക്കനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, പൊക്കത്തിന്റെ കാര്യത്തില്. അല്ല ചെറുക്കൻ തന്നെ. എന്താ മനോഹരേട്ട പറഞ്ഞു കൊടുക്ക്. ഉയരം നോക്കണമെങ്കിൽ പെണ്ണിനെ അടുത്ത് നിർത്തി സംശയം തീർക്കാമല്ലോ. അതെങ്ങനെ പെണ്ണിനെ അടുത്ത് നിർത്തും? അവക്കും ഫ്രണ്ടിനും ഒരേ പൊക്കമല്ലേ? ആ ഫ്രണ്ടിനോട് അതും ശരിയാ. ചെല്ലുമോളെ എത്തി നിന്ന് എങ്ങനെയെങ്കിലും ഓക്കെ ആക്കടി. നാണിച്ചു നിൽക്കാതെ വാ മോളെ. അശോകേട്ടൻ വന്നു. എന്തിനാ മാഡം ബുദ്ധിമുട്ടി ഇങ്ങോട്ട് വന്നത്? ഞാൻ പൂജാരിയോട് ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞിരുന്നല്ലേ. മനസ്സിനൊരു സമാധാനമില്ല, അതാ പൂജാരിയെ നേരിട്ട് വന്ന് കാണാന്ന് വിചാരിച്ചത്. ഒരുപാട് കാലം മുടങ്ങിയ നേർച്ചയല്ലേ, ഭഗവതിയുടെ അനുവാദം വാങ്ങിയിട്ട് നടത്താമെന്നാ പൂജാരി പറയുന്നത്. അപ്പൊ ഇവര് ചെറുക്കന്റെ വീട്ടുകാരല്ലേ? വെല്ലുമ്മയ്ക്ക് ആള് തെറ്റിയതാ. ഇത് അരമന വീട്ടുകാരാ. വരന്റെ വീട്ടുകാരിന്ന് വരുന്നില്ലെന്ന്. നാളെ വെള്ളിയാഴ്ചയാ, ദേവിയുടെ അരുളപ്പാടുണ്ടാകുന്ന ദിവസമാ. അവിടെ വന്നാ അനുവാദം വാങ്ങാം. ശരി ശരി. അപ്പൊ പൂജാരി ബാക്കി ഏർപ്പാട് ചെയ്തേക്കാം. ശരി. ചെയർമാൻ സാർ, ഇതാണ് അരമണ വീട്ടുകാർ. ദേവിയുടെ നല്ല അരുളപ്പാട് കേൾക്കാൻ ഇടയാവട്ടെ. എന്താ അമ്മേ, ഇക്കാലത്ത് ഈ അന്ധവിശ്വാസങ്ങളൊക്കെ ആരെങ്കിലും കൊണ്ടു നടക്കും? ദേവി വന്നു. ദേവി മഹാമായേ. പൂജാരിയുടെ വീട്ടിൽ കണ്ട പെണ്ണ് തന്നെ അമ്മേ. 20 വർഷങ്ങൾക്ക് മുമ്പ് അമ്പലം പുതുക്കി പണിയാൻ വടക്കുന്ന് വന്ന കുടുംബമാ. പണി നടക്കുന്നതിനിടയിൽ അമ്പലത്തിന്റെ മതിലിടിഞ്ഞു വീണ് അവളുടെ അച്ഛനും അമ്മയും മരിച്ചു. അനാഥയായ പെണ്ണിനെ നാട്ടുകാരെല്ലാരും കൂടി ചേർന്ന് പൂജാരിയുടെ വീട്ടിൽ താമസിപ്പിച്ചിരിക്കും. ആരും പ്രതീക്ഷിച്ചതല്ല. 5 വയസ്സുള്ളപ്പോ ഒരു പൗർണമി ദിവസം പെട്ടെന്ന് ദേവിയുടെ ശരീരത്തിൽ കയറി പ്രവചനം നടത്താൻ തുടങ്ങി. മാതാപിതാക്കളെ ബലി കൊടുത്തിട്ടാണോ എന്തോ ദേവി അവളുടെ ശരീരത്തിൽ കുടികൊള്ളുന്നതായിട്ടാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. ദേവി നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് പറയുന്നത് പോലെ ആ കുട്ടി പറയുന്നതെല്ലാം ഫലിക്കാറുണ്ട്. ദേവിയോട് എന്തെങ്കിലും ചോദിക്കാണ്ട് ചോദിച്ചോളൂ. അങ്ങോട്ട് പോവാ. എന്താ ചോദിക്കാനുള്ള ചോദിച്ചു. അമ്മേ, അടുത്ത ആഴ്ച എന്റെ മോളുടെ കല്യാണമാണ്. ഈ സമയത്ത് വസൂരി വന്ന് കിടക്കുക. ഞാൻ എന്ത് ചെയ്യും ദേവി? ദിവസത്തിൽ ഞാൻ പോയിക്കോളാം. ചോദിക്കേ. അമ്മേ, മനസ്സറിഞ്ഞ് ഞാൻ ഒരു നേർച്ചയും മുടക്കം വരുത്തിയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ദേവി. ഒരുപാട് നാളായിട്ട് എന്റെ മോന് പെണ്ണന്വേഷിക്കുക. ഒരാലോചനയും ശരിയായിട്ടില്ല. അവന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട പെണ്ണ് എവിടെയാണെന്ന്
അവിടുന്ന് എനിക്ക് കാണിച്ചു തരണം. ആ ദേവി പോകാൻ തുടങ്ങി. ആ കുരവിട്ടോളുക. ഓം ശക്തി, 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 ഓം ശക്തി. എന്താടി വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല. ഹായ്. എന്റെ അമ്മയുടെ ചോദ്യത്തിന് നീ എന്താ മറുപടി പറയാൻ? എടി വാ പോവാം. ഒരു മിനിറ്റ്. എനിക്ക് വളച്ചു കെട്ടി സംസാരിക്കാൻ അറിയില്ല. ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് നിന്നെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. നിന്നെ കല്യാണം കഴിക്കണമെന്ന് എൻ്റെ ആഗ്രഹം. എന്തു പറയുന്നു? പറയ് ശിവാനി. നിങ്ങൾ കരുതുന്നത് പോലൊരു പെണ്ണല്ല ഞാൻ. ഞാൻ ദേവിയുടെ അടിമയായി വേറൊരു ജീവിതം നയിക്കുന്നവളാ. എനിക്ക് കാര്യങ്ങളൊന്നും ശരിയാവില്ല. എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ നിമിഷം തന്നെ ഇവിടുന്ന് പോയേനെ. എന്നെ ഒഴിവാക്കാൻ ഓരോ കാരണങ്ങൾ പറയരുത്. നാളെ 4 മണിക്ക് എൻ്റെ ട്രെയിൻ. 3:30 വരെ നിനക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും. അതിനുള്ളിൽ നിന്റെ സമ്മതം നീ അറിയിക്കുകയാണെങ്കിൽ അതിലും വലിയ സന്തോഷം എനിക്ക് ജീവിതത്തിൽ വേറെയില്ല. ഒരു പക്ഷേ നീ വന്നില്ലെങ്കിൽ നിനക്കെന്നെ ഇഷ്ടമല്ല എന്ന് വിചാരിച്ച് ഒരിക്കലും നിന്റെ മുമ്പിൽ പിന്നെ വരില്ല. ആലോചിച്ച് പറഞ്ഞാൽ മതി.